ദീപു കരുണാകരൻ ഈ ഒരു സംവിധായകനെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ക്രേസി ഗോപാലൻ, വിന്റർ, കരിങ്കുന്നം സിക്സസ് എന്നിങ്ങനെയുള്ള മൂവീസിന്റെ ഡയറക്ടറാണ് ഇദ്ദേഹം. സോ ഇദ്ദേഹത്തിന്റെ പുതിയൊരു മൂവിയാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ. ഇത് കഴിഞ്ഞ വർഷം 2024 റിലീസ് ആവാനിരുന്ന മൂവിയാണ്. പക്ഷെ ഒത്തിരി ഡിലേ ആയി. 23 മെയ് 2025 തോന്നുന്നു ഈ ഒരു സിനിമ റിലീസായത്. ഇപ്പോൾ മനോരമ മാക്സിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്. സോ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ദ്രജിത്തിന്റെയും അതുപോലെ തന്നെ ഈ ഒരു അനശ്വരാജിന്റെയും നല്ലൊരു പെർഫോമൻസും നല്ലൊരു മെസ്സേജും അതിന്റെ കൂടെ തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മൂവിയാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഒരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയി മാറുന്നത്. ദീപു കരുണാകരന്റെ ഡയറക്ഷൻ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ആ ഒരു 1 മണിക്കൂർ 58 മിനിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. കാര്യമായ നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തില്ല. സോ ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു മൂവിയിൽ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ചുമണി, അതായത് ഈ ഒരു ഇന്ദ്രജിത്തിന്റെയും അതുപോലെ തന്നെ ഈ ഒരു അനശ്വരാജിന്റെയും ആ ഒരു റോൾസ്, അവർ പോകുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിലേറ്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കൂടെ തന്നെ ഇവരുടെ രണ്ടുപേരും പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ അനശ്വരാജിന്റെ ക്യാരക്ടർ നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ടാണ് ആ ഒരു സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രജിത്തിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ കൂടിയാണ് മോസ്റ്റ് ഓഫ് ദ മൂവിയിലും കൂടുതലായിട്ടും ഇവർ രണ്ടുപേരെ സറൗണ്ട് ചെയ്താണ് മിക്ക കാര്യങ്ങളും നടക്കുന്നത്. സോ അത് വളരെ നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉള്ള നല്ലൊരു മൂവിയാണ് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്.